നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു മാസം പോലും പ്രായമാകാത്ത നേപ്പാൾ മന്ത്രിസഭ, ആ മന്ത്രിസഭയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി, ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് രാജിവെച്ചു എന്ന ചർച്ചകൾ തുടരുകയാണ്. നേപ്പാൾ ആഭ്യന്തരമന്ത്രി സുധാൻ ഗുരുങ് കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ചത്. 27-നാണ്, അതായത് കഴിഞ്ഞ മാർച്ച് 27-നാണ് നേപ്പാളിൽ പുതിയ മന്ത്രിസഭ രൂപീകരിച്ചത്. പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ രൂപീകരിച്ചിരുന്നു. ആ മന്ത്രിസഭ നിലവിൽ വന്ന് ഒരു മാസം പോലും ആയിട്ടില്ല. അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ നേപ്പാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട മന്ത്രിസഭയിലെ അംഗം കൂടി രാജിവെക്കുന്നത്. ഇത് നേപ്പാൾ മന്ത്രിസഭയ്ക്ക് വലിയ ക്ഷീണമായിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ ആരോപണമാണ് നേപ്പാളിൻ്റെ ആഭ്യന്തരമന്ത്രിക്കെതിരെ ഉയർന്നത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. അതായത് കള്ളപ്പണ അന്വേഷണം നേരിടുന്ന ഒരു വ്യവസായിയുമായിട്ട് ദുരൂഹ ബന്ധം ഈ ആഭ്യന്തരമന്ത്രി ഗുരുങ്ങിനുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകൾ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നും നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളുടെ പേരിൽ വലിയ ചർച്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ രാജ്യത്തുണ്ടായത്. ഈ ചർച്ചകളെ തുടർന്നാണ് താനിതാ രാജിവെക്കുന്നു എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നതും പിന്നാലെ അദ്ദേഹം രാജിക്കത്ത് സമർപ്പിക്കുന്നതും. 38-കാരനായ ഗുരുങ് ജൻസി കലാപം മുന്നിൽ നിന്ന് നയിച്ച ഒരു നേതാവായിരുന്നു. അതായത് നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് നേപ്പാളിൽ ഭരണകൂട വിരുദ്ധ കലാപമുണ്ടായത്. ആ കലാപം രാജ്യത്തെ ഒരു വിഭാഗം യുവാക്കളാണ് മുന്നിൽ നിന്ന് നടത്തിയത്. ആ കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നുള്ളതായിരുന്നു. ഭരണകൂടം വലിയ അഴിമതി നടത്തുന്നു, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു, യുവജനങ്ങളെ കാണാതെയുള്ള ഭരണമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ പ്രക്ഷോഭം രാജ്യത്താകമാനം നടത്തിയത്. ഈ പ്രക്ഷോഭത്തിന് വലിയ രീതിയിലുള്ള ജനപിന്തുണ അന്ന് ആ ഘട്ടത്തിൽ ലഭിച്ചിരുന്നു. ആ ജനപിന്തുണയാണ് പിന്നീട് വോട്ടായി മാറിയത് തെരഞ്ഞെടുപ്പിൽ എന്ന് നമ്മൾ കണ്ടു. അതായത് ഈ ഒരു കലാപത്തെ തുടർന്ന് മണിക്കൂറുകൾക്കകം തന്നെ അവിടുത്തെ സർക്കാർ നിലംപതിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ മാർച്ച് 5-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി എന്ന പുതിയ പ്രസ്ഥാനത്തെ, ബാലേന്ദ്ര ഷായുടെ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. 187 സീറ്റുകൾ നേടിക്കൊണ്ടാണ്, അതായത് 275 അംഗ പാർലമെൻറ്റിൽ 182 അംഗ സീറ്റുകൾ നേടിക്കൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബാലേന്ദ്ര ഷായുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സ്വതന്ത്രത പാർട്ടി അധികാരത്തിൽ വന്നത്. അതിനുശേഷം അദ്ദേഹം ഈ കഴിഞ്ഞ മാർച്ച് 27-ന് രാമനവമി ദിനത്തിൽ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. ആ സത്യപ്രതിജ്ഞ ചെയ്ത്, അല്ലെങ്കിൽ അഴിമതിക്കെതിരെ ഏറ്റവും അധികം പോരാടിയ, കഴിഞ്ഞ സർക്കാരിൻ്റെ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നയിച്ച ഒരു പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ പ്രവർത്തിച്ച യുവാവാണ് ഈ 38-കാരനായ സുധാൻ ഗുരുങ്. ആ ഗുരുങ് തന്നെയാണ് ഇപ്പോൾ അഴിമതി കേസിൽ പെട്ടിരിക്കുന്നത്, ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ എന്ന ആരോപണത്തിൽ പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഈ ആരോപണത്തിന് ശേഷമാണ് രാജിവെച്ചൊഴിയുന്നത് എന്നുള്ളതാണ്. നേപ്പാളിൽ വീണ്ടും ഒരു രാഷ്ട്രീയ പ്രതിസന്ധി എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ വരുന്നത്. എപ്പോഴും നേപ്പാളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ രാഷ്ട്രീയ പ്രതിസന്ധി ആ രാജ്യത്തിൻ്റെ ഒരു കൂടപ്പിറപ്പാണ് എന്ന് കാണാം. കാലാവധി തികച്ച ഒരു സർക്കാർ അത് രാജ്യത്ത് കാണിച്ചു തരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ രീതിയിലുള്ള രാഷ്ട്രീയ ചരിത്രമുള്ള രാജ്യമാണ് നേപ്പാൾ. അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഇരയാണ് സാധാരണക്കാരുടെ ജീവിതമാണ് ഇത് കാരണം ബുദ്ധിമുട്ടുന്നത്. എന്തായാലും രാഷ്ട്രീയ സ്വതന്ത്രത പാർട്ടി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചപ്പോൾ ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഒരു അയവുണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നില്ല. ഇവിടെ വീണ്ടും ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നു എന്നുള്ളതാണ്. തൽക്കാലം സർക്കാരിന് പ്രതിസന്ധിയൊന്നുമില്ല. അഴിമതിക്കെതിരെ സംസാരിച്ച്, അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തി, വലിയ സമരം നടത്തി അധികാരത്തിലെത്തിയ ഒരു വ്യക്തി ഇപ്പോൾ അഴിമതിയിലൂടെ തന്നെ പുറത്താകുന്നു, അല്ലെങ്കിൽ അഴിമതി ആരോപണത്തിലൂടെ തന്നെ പുറത്താകുന്നു എന്ന വൈരുദ്ധ്യമാണ് നടക്കുന്നത്. 38-കാരനായ ഗുരുങ്ങിന് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ലഭിച്ചത്. ആഭ്യന്തര സുരക്ഷ, പോലീസ്, ആൻറ്റി ക്രൈം എഫേർട്സ് എന്നിങ്ങനെയുള്ള വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു ഈ ഗുരുങ്. മാത്രമല്ല, അദ്ദേഹം 2026-ലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഗോർഖ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വന്നത്. വലിയ ജനപിന്തുണയുള്ള നേതാവായിരുന്നു അദ്ദേഹം, യുവ നേതാവായിരുന്നു അദ്ദേഹം, രാജ്യത്തിൻ്റെ പ്രതീക്ഷയുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഈ അഴിമതി ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഗൂഢാലോചനയാണ് എന്നും, അതായത് ദുരൂഹമായ പല സാമ്പത്തിക ഇടപാടുകൾ
ഇടപെടലുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നും കള്ളപ്പണം വെളുപ്പിക്കലിന് അന്വേഷണം നേരിടുന്ന രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട പ്രമുഖ വ്യവസായിയുമായി അദ്ദേഹത്തിന് ദുരൂഹ ബന്ധമുണ്ടെന്നുമാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ സൃഷ്ടിയാണെന്നും താൻ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ് ഇപ്പോൾ രാജിവെക്കുന്നത് എന്നും ഗുരുങ് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിനെതിരെയും ഉടനെ അന്വേഷണം ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചന. ആ അന്വേഷണത്തിൽ അദ്ദേഹം തെറ്റുകാരനാകുമോ അതോ അദ്ദേഹത്തിന് തൻ്റെ നിരപരാധികം തെളിയിക്കാൻ കഴിയുമോ എന്നത് രാജ്യം അടുത്ത ദിവസങ്ങളിൽ നേരിടാൻ പോകുന്ന ഒരു ചോദ്യമാണ്. എന്തായാലും സർക്കാരിന് വലിയ പ്രതിസന്ധിയില്ല. സർക്കാർ ബാലേന്ദ്ര ഷാ സർക്കാർ തുടരുക തന്നെ ചെയ്യും. ബാലേന്ദ്ര ഷാ സർക്കാർ നേരത്തെ തന്നെ ഒരു പിടി ഭരണ പരിഷ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. നേപ്പാളിനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുമെന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നു. പക്ഷേ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഒരു ആശങ്ക അത് വീണ്ടും നേപ്പാളിനെ വേട്ടയാടി തുടങ്ങിയിരിക്കുന്നുവെന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ ഈ രാജി നൽകുന്ന സൂചന.